അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവുമെല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. എങ്കിലേ ആകാശത്തിനതിമേ നമ്മളോട് സ്നേഹവും കരുണയും കാണിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് സ്നേഹത്തിന്റെ പാലപാടൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വഴിയാത്രക്കാരെയും ദുർബലരെയും അനാഥരെയും ചേർത്തു നിർത്തി. ഹിജ്റ 5-ാം വർഷം മക്കയിൽ ശക്തമായ മഴ നിലച്ച് ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനും നാടുകടത്താനും ശ്രമിച്ചവർ പട്ടിണിയിലായ സമയം വിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു സഹാബിയുടെ കയ്യിൽ കൊടുത്തയച്ചു. ഭക്ഷ്യധാന്യങ്ങൾ മക്കയിൽ പട്ടിണി കിടക്കുന്നവർക്ക് വിതരണം ചെയ്യാനുള്ളതായിരുന്നു. അംറു ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു ആ ഭക്ഷ്യധാന്യങ്ങളുമായി മക്കയിലേക്ക് പോകുകയും ആ ഭക്ഷ്യധാന്യങ്ങൾ അബൂ സുഫിയാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കൊടിയ ശത്രുപക്ഷി നിന്നിട്ടും ഇവരാരും പട്ടിണി കിടന്ന് മരിക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമുണ്ടായിരുന്നു. ഇവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിന് ഭാഗമാക്കണം. പറഞ്ഞോളൂ.